റംസാൻ മാസത്തിൽ വേങ്ങരയിലെ ഔഷധഗുണമുള്ള മസാലക്കഞ്ഞി ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ വർഷം വേങ്ങര ഇരുകുളം ജുമാ മസ്ജിദിന്റെ പുനർനിർമ്മാണോദ്ഘാടന സമയത്താണ് പള്ളി പരിസരത്ത് മസാലക്കഞ്ഞി വിതരണം ആരംഭിച്ചത്. മഹൽക്കാരനവരും ബിസിനസ്സുകാരനുമായ മല അലവിഹാജിയുടെ ആശയത്തിലായിരുന്നു അന്ന് പദ്ധതി തുടങ്ങിയത്. പിന്നീട് ഇത് ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. നോമ്പ് 1 ആരംഭിച്ച കഞ്ഞി വിതരണം 30 വരെ തുടരും. അസർ നമസ്കാര ശേഷം ജാതിമത ഭേദമന്യേ നോമ്പുതുറയ്ക്ക് പള്ളിയിലെത്തുന്നവർക്ക് സുലഭമായാണ് കഞ്ഞി വിളമ്പുന്നത്. ഔഷധഗുണമുള്ളതും ക്ഷീണമകറ്റുന്നതുമായ ഈ വിഭവത്തിനായി മഞ്ചേരി, മലപ്പുറം തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ എത്തുന്നുണ്ട്. പള്ളിയിലെത്തുന്നവർക്ക് നൽകുന്നതോടൊപ്പം 1500-ലധികം വീടുകളിലാണ് കഴിഞ്ഞ വർഷം കഞ്ഞി എത്തിച്ചിരുന്നത്. മല അലവിഹാജിക്ക് പുറമെ കൂളാൻ സൈദലവി, ചക്കിപ്പറമ്പൻ മൂസ, കൂളാൻ ഹംസ, മുഹമ്മദ് അലി വളിൽ, മുജീബ് പാക്കട, ഹബീബ് CP, കൂളാൻ മൂസക്കുട്ടി, കൂളാൻ അബൂബക്കർ, സിദ്ദിഖ് പള്ളിയാളി, നൌഫൽ മല, ബീരാൻ ഹാജി പനക്കൽ, ഷംസുദ്ദീൻ വടക്കേൽ, ബഷീർ പനക്കൽ, അഷ്റഫ് മണ്ടോട്ടിൽ, സിദ്ദിഖ് ഇല്ലത്ത്, മല ഇസ്മായിൽ ഹാജി, ചെള്ളപ്പറമ്പൻ ഹനീഫ, യൂനസ് പള്ളിയാളി, ചെമ്പൻ കുസ്വായി എന്നിവരും ഈ സത്കർമ്മത്തിന് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നമ്മളിത് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ഈ കഞ്ഞിൻ്റെ ഇത് നമ്മളെ മലിലെ കാരണവരായ അലവിയാജി മൂപ്പര് കൊണ്ടുവന്നൊരു ആശയമാണിത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണിത് കൊണ്ടുവന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ ദിവസവും ഏകദേശം ഒരു 4000-5000 പേർക്ക് കഴിക്കാനുള്ള കഞ്ഞിയാണ് കൊടുത്തിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മളിപ്പോൾ ഇന്ന് മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോമ്പ് 30 ഇങ്ങനെ തുടർന്ന് പോകും. ഇപ്പോൾ നമ്മൾ 10 ദിവസത്തെ കഞ്ഞി പൂർണ്ണമായിട്ടും അതിൻ്റെ മൊത്തം സാമ്പത്തികമൊക്കെ അലവിയാജി സ്പോൺസർ ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോവാണ്. കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച ഒരു പദ്ധതിയാണ് ഈ കഞ്ഞി വിതരണം. ഇത് കഴിഞ്ഞ വർഷം നേരത്തെ മേമാലി പറഞ്ഞ പോലെ തന്നെ അൽബിയാജിൻ്റെ ഒരു ആശയത്തിൽ ഉണ്ടായതാണ്. ഈ നാട് മൊത്തം ഏറ്റെടുത്ത് പുറം നാടുകളിൽ നിന്നും ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ മിക്ക ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ജാതി മത ഭേദമന്യേ ഏത് ആളുകൾ വന്നാലും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി പോലും തൂക്കപാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ 2 ചെമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ 4 ചെമ്പ് ഏകദേശം ഞങ്ങൾ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇതൊരു നാടിൻ്റെ ഈ ഒരു ഇരുകുളം മഹലിൻ്റെ ഒരു കൂട്ടായ്മൻ്റെ ഒരു വിജയം കൂടിയാണ്. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു. ഇൻഷാ അല്ലാ അത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ ഈ നോമ്പ് 30 ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ. ഈ ചാനൽ വേങ്ങര. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.